ഓപ്പറേഷൻ സാഗർ ബന്ധു ഇന്ത്യയുടെ ഈ നീക്കത്തിൽ ശ്രീലങ്ക വീണ്ടും ഞെട്ടി. ശ്രീലങ്കയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് മൂലമുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് മാനുഷിക സഹായവും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ഉറപ്പാക്കാനാണ് ഇന്ത്യൻ വ്യോമസേന ദക്ഷിണ വ്യോമസേന ആസ്ഥാനത്തിൻ്റെ മേൽനോട്ടത്തിൽ Mi-17V5 മീഡിയം ലിഫ്റ്റ് ഹെലികോപ്റ്ററുകളെയും ഗരുഡ് സ്പെഷ്യൽ ഫോഴ്സിൻ്റെ കമാൻഡോകളെയും കൊളംബോയിലേക്ക് വിന്യസിച്ചത്. വിജയകരമായിരുന്നു ഓപ്പറേഷൻ സാഗർ ബന്ധു. അതിപ്പോഴും തുടരുകയാണ്. ശ്രീലങ്കയിൽ നിന്നും പ്രത്യേക വിമാനമാർഗം 335 ഇന്ത്യൻ പൗരന്മാരെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുകയും ചെയ്തു. ശ്രീലങ്കൻ അധികൃതരുമായി അടുത്ത ഏകോപനത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഹെലികോപ്റ്ററുകൾ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെയും പരിക്കേറ്റവരെയും രക്ഷിക്കുന്നതിനുള്ള ഒട്ടനവധി ദൗത്യങ്ങൾ നടത്തി. അതിനു പുറമെ ശ്രീലങ്കൻ സൈന്യത്തെ ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഒന്നിലധികം ദൗത്യങ്ങൾ നടത്തി വ്യോമസേന ഹെലികോപ്റ്ററുകൾ ശ്രീലങ്കയുടെ മധ്യപ്രവിശ്യയിലെ മണ്ണിടിച്ചിലിൽ തകർന്ന പ്രദേശമായ കോട്ട്മലയിലേക്ക് ദിനത്തലാവ ആർമി ക്യാമ്പിൽ നിന്നും കൊളംബോയിൽ നിന്നും 57 ശ്രീലങ്കൻ ആർമി മുതിർന്ന ഉദ്യോഗസ്ഥരെയും എത്തിച്ചു. ഇന്ത്യൻ വ്യോമസേന ഗരുഡ് കമാൻഡോകളെ ഒറ്റപ്പെട്ടുപോയ സാധാരണക്കാരുടെ അടുത്തേക്ക് ഇറക്കുകയായിരുന്നു. തുടർന്ന് ഗരുഡ് കമാൻഡോസ് ഇവരെ മുൻകൂട്ടി നിശ്ചയിച്ച ലാൻഡിംഗ് സൈറ്റുകളിലേക്ക് എത്തിച്ചു. പിന്നീട് ഹെലികോപ്റ്റർ മാർഗം ദുരിതബാധിതരെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുകയായിരുന്നു. ഈ ദൗത്യത്തിലൂടെ ശ്രീലങ്കൻ പൗരന്മാർ, ഇന്ത്യക്കാർ, വിദേശ പൗരന്മാർ എന്നിവയുൾപ്പെടെ 55 സിവിലിയന്മാരെ കൊളംബോയിലേക്ക് വിജയകരമായി എത്തിച്ചു. ശ്രീലങ്കയിലേക്ക് രക്ഷാസാമഗ്രികൾ എത്തിക്കുന്നതിനും NDRF ടീമുകളെ എത്തിക്കുന്നതിനും ഉപയോഗിച്ച ഇന്ത്യൻ വ്യോമസേനയുടെ IL-76 C-130J ഹെവി ലിഫ്റ്റ് വിമാനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ വലിയ തോതിൽ ഒഴിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓപ്പറേഷൻ സാഗർ ബന്ധു വഴി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നിലനിർത്തുന്നതിന് ഇന്ത്യൻ വ്യോമസേന പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ശ്രീലങ്കയിലെ ജനങ്ങളെ അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളിൽ സഹായിക്കാൻ ആവശ്യമായ പിന്തുണ നൽകുന്നത് തുടരും. ഓപ്പറേഷൻ സാഗർ ബന്ധു ഇന്ത്യൻ വ്യോമസേനയുടെ അതിനിർണായകമായ ഒരു ഇടപെടലായിരുന്നു. അതും ഇന്ത്യയോട് അത്ര രസത്തിലല്ലാത്ത ശ്രീലങ്കയോട് ഇന്ത്യ കാട്ടുന്ന കരുണയുടെ മറ്റൊരു മുഖം. ഇന്ത്യൻ വ്യോമസേനയുടെ മീഡിയം ലിഫ്റ്റ് ഹെലികോപ്റ്ററുകളും ഗരുഡ് സ്കൈ ഫോഴ്സിൻ്റെ കമാൻഡോകളും ശ്രീലങ്കയിൽ മികച്ച പ്രകടനമാണ് ഇപ്പോൾ കാഴ്ചവെച്ചതും.